ഡെൻമാർക്കിലെ ശാസ്ത്രജ്ഞന്മാർ തലയിൽ കൈവച്ചുകൊണ്ട് അവർ ലോകത്തോട് പറഞ്ഞത്, ലോകത്തോട് ദൈവത്തോട് കാട്ടിയ പൊടിച്ചതിയാണ് ബ്ലൂടൂത്ത്. ഈ ബ്ലൂടൂത്ത് സംവിധാനം ലോകത്ത് വേണ്ടായിരുന്നു. കാരണമെന്തേ? ബ്ലൂടൂത്തിലൂടെ നല്ലൊരു ശതമാനവും ചെറുപ്പക്കാര് മാനസിക രോഗിയായി പോയി. നന്മ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ബ്ലൂടൂത്തിന് രൂപകൽപ്പന ചെയ്തതെങ്കിൽ ആ നന്മയേക്കാൾ ബ്ലൂടൂത്ത് വരുത്തി വെച്ചത് തിന്മയല്ലേ? ഒരു ചില്ലിക്കാറ്റിന്റെ ചെലവില്ലാതെ കമ്പ്യൂട്ടറിൽ നിന്ന് അതേ അശ്ലീലകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതാ പരസ്പരം ബ്ലൂടൂത്തിലൂടെ കൈമാറി ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികൾ, പക്വതയെത്താത്ത കൊച്ചുകുട്ടികൾ പോലും അശ്ലീലത കണ്ടിട്ട് പക്വത നഷ്ടപ്പെട്ടു പോയില്ലേ? അഭിമാനം നഷ്ടപ്പെട്ടു പോയില്ലേ? മാതാപിതാക്കൾക്ക് മക്കളൊരു ഭാരമായില്ലേ? അതുകൊണ്ട് ഡെൻമാർക്കിലെ ശാസ്ത്രജ്ഞന്മാര് അതേ ബ്ലൂടൂത്ത് രൂപകൽപ്പന ചെയ്ത് ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഡെൻമാർക്കിന്റെ ശാസ്ത്രജ്ഞന്മാര് തലയിൽ കൈവച്ചിട്ട് ചെറുപ്പക്കാരെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ഡെൻമാർക്കിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞെങ്കിൽ എന്റെ മോമിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, ബ്ലൂടൂത്തിലൂടെ അശ്ലീലതകൾ മൊബൈലിലേക്ക് കയറ്റിയിട്ട് നിന്റെ സ്വകാര്യ റൂമിൽ വെച്ച് നീ ദർശിച്ച് പര്യവസാനം മോനെ നീ മാനസിക രോഗിയാകുന്നില്ലേ? അതെ, ആധുനിക ഡോക്ടർമാര് ഇപ്പോൾ ഇതാ മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഈ അടുത്തും കൊല്ലത്തൊരു കോൺഫറൻസില്, സങ്കേത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നടത്തിയ ഒരു കോൺഫറൻസില് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഈ രീതിയിലേക്ക് അശ്ലീല ജീവിതത്തിലൂടെ യുവാക്കൾ മുന്നോട്ട് പോയാൽ ഭാവിയിൽ ഒന്നിനും കൊണ്ടാത്ത പേക്കോലങ്ങളായി യുവാക്കൾ മാറിപ്പോകും. കാരണം അശ്ലീലത കണ്ടിട്ട് മാനസിക രോഗിയാകുന്നു. ഈ ചെറുപ്പക്കാർക്ക് ഭാവിയിൽ ഒരു കുടുംബ ജീവിതം നയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പിതാക്കളെ, മക്കൾക്ക് വലിയ മൊബൈലുകൾ വാങ്ങിക്കൊടുക്കുമ്പോ സന്തോഷത്തിന് വേണ്ടി വലിയ വലിയ മൊബൈലുകൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ലേ? മെമ്മറി കാർഡുള്ള മൊബൈല്, ബ്ലൂടൂത്ത് സൗകര്യമുള്ള മൊബൈല് അതേ മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ മക്കളെ സന്തോഷിപ്പിക്കാറില്ലേ? എന്നാൽ വരുന്നത് പോലെ എന്റെ രക്ഷിതാക്കളെ നിങ്ങൾ ചിന്തിച്ചോ, ഈ കുഞ്ഞു ഭാവിയിൽ മാനസിക രോഗിയാവുകയാണ്. തത്വമുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ കേട്ടോ. എന്റെ ഉമ്മമാരെ, നിങ്ങൾ നിസ്കരിക്കുന്നു ശരി തന്നെ, പക്ഷേ ശരീരത്തിന്റെ അകത്തിന്റെ ഭാഗങ്ങൾ, മാംസമായ ഭാഗങ്ങൾ നിങ്ങൾ പുരുഷന്മാരെ കാണിച്ചിലും ധരിപ്പിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ എന്റെ ഉമ്മ, സഹോദരി, നിന്റെ നിസ്കാരം പടച്ചവന് വേണ്ട. മൂമിനായി ജീവിക്കണം. മൂമിനായി ജീവിച്ചാൽ മാത്രമേ മൂമിനായി മരിക്കാൻ പറ്റുകയുള്ളൂ. മൂമിനായി ജീവിക്കുമ്പോൾ വളരെയധികം ത്യാഗങ്ങളും കഷ്ടതകളും ഇവിടെ സഹിക്കേണ്ടി വരും. അതൊക്കെ സഹിച്ചേ പറ്റൂ. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം വളരെ പ്രതിസന്ധിയാണ്. കാരണം നമുക്കറിയാം, ഹറാമുകളുടെ ലോകമാണ്. എവിടെയും ഹറാമുകളുടെ വേദിയേറ്റമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ സൂക്ഷിച്ച് ജീവിക്കാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണിത്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്, എന്റെ സമുദായം അങ്ങ് വസാദാകുന്നൊരു കാലഘട്ടം, ലോകത്ത് ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ മറ്റ് ആധുനിക ഉപകരണങ്ങൾ വന്നിട്ട് ലോകമങ്ങ് ഫസാദാകുന്ന ഒരു കാലഘട്ടം ലോകത്ത് വരും. ആ സമയത്ത് ആരാണോ ഇതിന്റെ കെളിമലകളിൽ പെടാതെ അഭിമാനത്തോടെ ജീവിച്ച് ഈമാൻ സൂക്ഷിച്ച് ജീവിക്കുന്നത് ആരാണോ അവർക്ക് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ്. ജീവിതത്തിന്റെ മികച്ച മേഖലയിലുമുള്ള സൂക്ഷ്മത അത് തഖ്വയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ സൂക്ഷ്മത അത് തഖ്വയുടെ ഭാഗമാണ്. കുറേ നിസ്കരിച്ചു, കുറേ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നാവ് സൂക്ഷിക്കുന്നില്ല, അതേപോലെ കണ്ണ് സൂക്ഷിക്കുന്നില്ല. ഇതാണ് നിന്റെ നിസ്കാരമെങ്കിൽ, നിന്റെ ജീവിതമെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. എന്റെ ചെറുപ്പക്കാരെ, അതുകൊണ്ട് അർത്ഥമില്ല കേട്ടോ. ഒരുപാട് നീ നിസ്കരിക്കുന്നുണ്ട്, സൈനിലൊക്കെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഹറാമുകളാണ് നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അല്ലാഹു നിന്റെ നിസ്കാരം സ്വീകരിക്കില്ല.
കാരണം തഖ്വയുള്ളവരിൽ നിന്നാണ് നിസ്കാരം സ്വീകരിക്കുന്നത്. അതേ തഖ്വയുള്ളവരിൽ നിന്നാണ് നോമ്പ് സ്വീകരിക്കുന്നത്. തഖ്വയാണ് ഏത്? ഹറാമിനെ തൊട്ട് നിന്നെ സൂക്ഷിച്ച് നിന്നെ കാത്തു സൂക്ഷിക്കുക എന്നത് തഖ്വയാണ്.